കോർപ്പറേഷൻ അഴിമതിയിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതി. ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് ഇത്ര കടുംപിടുത്തം എന്തിനാണെന്ന് കോടതി ചോദിച്ചു. മനഃപൂർവ്വമായ അനുസരണക്കേടാണ്. ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവ്. കോടതി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. അഹമ്മദ് മുസ്തബ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുസ്തബ, എന്താണ് കോടതി ഈ കാര്യത്തിൽ പറയുന്നത്? അത് നേരത്തെ ടാൻസാനിയയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തത് വഴി കശുവണ്ടി വികസന കോർപ്പറേഷൻ 500 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് CBIയുടെ കുറ്റപത്രം. ആ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ മുൻ MD രതീഷ്, അതോടൊപ്പം തന്നെ INTUC നേതാവായിട്ടുള്ള മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള R ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു. ആ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അന്നത്തെ ഹർജി. അത് സുപ്രീം കോടതിയും തള്ളി. പിന്നീട് ഇത് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ നൽകുന്നില്ല, വ്യവസായ വകുപ്പ് അനുമതി നൽകുന്നില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ മനോജ് കടകംപള്ളി, കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനുശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ വ്യവസായ വകുപ്പ് കൃത്യവിലോപം ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഹർജി. പ്രധാനമായും ഇതിനകത്ത് കാര്യമായ തെളിവുകളില്ല എന്നതുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോടതിയിൽ വീണ്ടും മുഹമ്മദ് ഹനീഷ് ഒരു സത്യവാങ്മൂലം നൽകിയത്. വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇന്ന് കോടതി അതിരൂക്ഷ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കോടതിയുടെ ഉത്തരവുകളെ മനഃപൂർവ്വമായ അനുസരണക്കേടാണ് ഹനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സർക്കാരിന് എങ്ങനെ ഉത്തരവിറക്കാൻ കഴിയും? ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നീട് പറഞ്ഞ വാദങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുക എന്നത് അതൊരു കൃത്യവിലോപം തന്നെയാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തുടരന്വേഷണം നടത്താതെ പുതിയ തെളിവുകളില്ല എന്ന് എങ്ങനെ പറയാനാകും? പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. മാത്രമല്ല, കോടതി ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കാര്യത്തിനൊരു ബദൽ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് കൃത്യമായി തന്നെ അനുസരണക്കേടാണ്. പ്രത്യേകിച്ച് കോടതി ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ള മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. അല്ലാതെ അതിന് ഏതെങ്കിലും തരത്തിൽ മറികടക്കാനല്ല നോക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള അതിരൂക്ഷ വിമർശനങ്ങളാണ്. എന്തായാലും ഈ ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. എന്തായാലും CBI അന്വേഷണത്തിന് വ്യവസായ വകുപ്പ് അനുമതി നൽകാത്തത്, ഈ ഉദ്യോഗസ്ഥന് എന്തിനാണ് ഇത്ര ഒരു ബലം പിടുത്തം അല്ലെങ്കിൽ കടുംപിടുത്തം ഈ കാര്യത്തിൽ ആരെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്തായാലും കോടതി ചോദിക്കുന്നത്. അതിരൂക്ഷ വിമർശനമാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി AP മുഹമ്മദ് ഹനീഷിനെതിരെ ഇന്ന് സിംഗിൾ ബെഞ്ച് നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ